വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേസിലേക്ക് സ്വാഗതം. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻ എക്സാം നാളെ നടക്കുകയാണ് അല്ലേ. 27-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു മോഡൽ പേപ്പർ നോക്കാം. നമ്മുടെ ചാനലിൽ SCERT ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ വാർത്തയിൽ വരുന്ന മോഡൽ പേപ്പേഴ്സ് എല്ലാ എക്സാമിനും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ സിലബസ് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വിവരാവകാശ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഇതുവരെ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ആ 4 ക്ലാസ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇനിയും നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റേറ്റ് വാരി സമ്പ്രദായത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? നികുതി വളരെ കുറവായിരുന്നു. റേറ്റ് വാരി സമ്പ്രദായത്തെക്കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നികുതി വളരെ കുറവായിരുന്നു എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. തെറ്റാണ്. നികുതി കർഷകരിൽ നിന്നും നേരിട്ട് പിരിച്ചിരുന്നു. നികുതി കർഷകരിൽ നിന്നും നേരിട്ട് പിരിച്ചിരുന്നു. ശരിയാണല്ലോ. റേറ്റ് വാരി സമ്പ്രദായത്തിൽ നികുതി കർഷകരിൽ നിന്നും നേരിട്ട് പിരിച്ചിരുന്നു. അതുപോലെ തന്നെ ബോംബെ ഡക്കാനിൽ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമാണ് റേറ്റ് വാരി സമ്പ്രദായം. ബോംബെ ഡക്കാനിൽ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമാണ് റേറ്റ് വാരി സമ്പ്രദായം. അതും ശരിയാണ്. ബംഗാൾ പ്രവിശ്യയിൽ നടപ്പിലാക്കിയ സമ്പ്രദായം എന്നാണ് നമുക്ക് നെക്സ്റ്റ് തന്നിരിക്കുന്നത് അല്ലേ. തെറ്റാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ്. ശരിയായത് പഠിച്ചു വയ്ക്കുക. നികുതി കർഷകരിൽ നിന്ന് നേരിട്ട് പിരിച്ചിരുന്നു. ബോംബെ ഡക്കാനിൽ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമാണ് റേറ്റ് വാരി സമ്പ്രദായം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1931 2ാം വട്ടമേശ സമ്മേളനം നടന്നു എന്ന് പറയുന്നതാണ് ശരിയായ ആൻസർ. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ്സാണ് കാർട്ടസ് എന്ന് പറയുന്നത്. ശരിയാണ്. ഇത് കഴിഞ്ഞ ഏതൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ശരിയായിട്ടുള്ളത്, തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങളിൽ റെസിഡൻറ്റ് എന്ന ഉദ്യോഗസ്ഥൻ ചുമതലയേറ്റത് 1788 പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. ശരിയായത് മാത്രം പഠിച്ചു വയ്ക്കുക. 1, 3 ശരിയായിട്ട് വരുന്നത്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം തടയുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ നൽകിയിട്ടുള്ളൊരു പാസ്സാണ് ഈ കാർട്ടസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങളിൽ റെസിഡൻറ്റ് എന്ന ഉദ്യോഗസ്ഥൻ ചുമതല 1788 ഉദ്യോഗസ്ഥൻ ചുമതലയേറ്റത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. തെറ്റല്ലാതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. നോക്കാം. മലബാർ കലാപത്തിലെ ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് 1921 ഓഗസ്റ്റിൽ പൂക്കോട്ടൂരിലാണ്. ശരിയാണ്. ഈ കലാപം വളരെ ശക്തമായതിനാൽ ജില്ലാ മജിസ്ട്രേറ്റായ തോമസ് കലാപം അടിച്ചമർത്താൻ കൂടുതൽ സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ശരിയാണ്. കോമസ് എന്ന യുദ്ധക്കപ്പലിന് കോഴിക്കോട് തുറമുഖത്തെത്താൻ വേണ്ട സൗകര്യങ്ങളും ചെയ്തു എന്ന് പറയുന്നതും ശരിയാണ്. കലാപത്തിൽ 100 കണക്കിന് കലാപകാരികൾ കൊല്ലപ്പെട്ടു. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ്, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചിന്തകൻ വോൾട്ടേർ ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. തെറ്റാണ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ശരിയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായി ഫ്രാൻസിൽ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനായി നിയമിതനായത് റോബസ്പിയർ ആണ്. ശരിയാണ്. റൊട്ടിയില്ലെങ്കിൽ കേക്ക് തിന്നുകൂടെ എന്ന് ജനങ്ങളുടെ ദാരിദ്ര്യത്തെ പരിഹസിച്ച ഫ്രഞ്ച് രാജ്ഞി മേരി ആൻറ്റോയിനറ്റ് ആണ്. അതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകങ്ങളിൽ ന്യൂയോർക്കിന് പുറത്ത് ആസ്ഥാനമുള്ള ഏക ഘടകം രാജ്യാന്തര നീതിന്യായ കോടതിയാണ്. അതാണ് നമുക്ക് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസ്താവനകളിൽ നിന്നും തിരുവിതാംകൂർ ഭരണാധികാരിയെ തിരിച്ചറിയുക. ആധാരങ്ങൾ ഓലയിൽ എഴുതുന്നത് നിർദ്ദിഷ്ടമായ സ്റ്റാമ്പുകളോട് കൂടിയായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു.
ശൂദ്രജാതിയിൽപ്പെടുന്നവരും മറ്റുള്ളവരും സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് ആഭരണം ധരിക്കുന്നതിൻ്റെ നിയന്ത്രണം പിൻവലിച്ചു. ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസം ബാധകമാകാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശം നൽകി. ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗൗരി പാർവതിബായിയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഹിമാനികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഐസ് ക്രിസ്റ്റലുകൾ വർഷിച്ചുണ്ടാകുന്നതാണ് മഞ്ഞ് എന്ന് പറയുന്നത്. ഐസ് ക്രിസ്റ്റലുകൾ വർഷിച്ചുണ്ടാകുന്നതാണ് മഞ്ഞ്. ശരിയാണ്. താഴ്ന്ന ഊഷ്മാവും ഉയർന്ന ആർദ്രതയും അന്തരീക്ഷത്തിൽ ഒന്നിക്കുമ്പോൾ മഞ്ഞുപരലുകൾ രൂപം കൊള്ളുന്നു എന്ന് പറയുന്നതും ശരിയാണ്. താഴ്ന്ന ഊഷ്മാവും ഉയർന്ന ആർദ്രതയും അന്തരീക്ഷത്തിൽ ഒന്നിക്കുമ്പോൾ മഞ്ഞുപരലുകൾ രൂപം കൊള്ളുന്നു. അന്തരീക്ഷ ഊഷ്മാവ് ഗരാംഗത്തേക്കാൾ കുറയുമ്പോൾ മഞ്ഞുപരലുകൾ ഭൂമിയിൽ പെയ്തിറങ്ങും. അന്തരീക്ഷ ഊഷ്മാവ് ഗരാംഗത്തേക്കാൾ കുറയുമ്പോൾ മഞ്ഞുപരലുകൾ ഭൂമിയിൽ പെയ്തിറങ്ങുന്നതും ശരിയാണ്. അപ്പോൾ ഏതാ വരുന്നത്? 1, 2, 3 ആണ് ശരി. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? തീരരേഖ അഥവാ കടൽ തീരമെന്നാൽ കടലും കരയും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്. ശരിയാണ്. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഞാൻ വായിക്കുന്നില്ല. കരയും സമുദ്രവും തമ്മിൽ പ്രതിപ്രവർത്തിക്കുന്ന സ്ഥല സംബന്ധിയായ മേഖലയാണ് തീരമേഖല എന്ന് പറയുന്നത്. അതും ശരിയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? കടൽ തീരം എന്ന് വെച്ചാൽ കടലും കരയും മുട്ടുന്ന സ്ഥലമാണ്. കരയും സമുദ്രവും തമ്മിൽ പ്രതിപാദിക്കുന്ന സ്ഥല സംബന്ധിയായ മേഖലയാണ് തീരമേഖല എന്ന് പറയുന്നത്. മറ്റേത് തീരരേഖയായിരുന്നത് തീരമേഖലയാണ്. 1, 3 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നമുക്ക് ശരിയായത് മാത്രം നോക്കാം. അരുണാചൽ ഹിമാലയത്തിലെ പ്രധാന നദികൾ കാമെങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലോഹിത് എന്നിവയാണ്. അതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. തെറ്റായ പ്രസ്താവനകൾ വായിക്കുന്നില്ല, അത് പഠിച്ചു വെക്കേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. സിന്ധു നദി ഇന്ത്യയിൽ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. നമുക്ക് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണ്. സിന്ധു നദി ലേ ജില്ലയുടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. ബദ്രീനാഥിന് മുകളിൽ സതോപാന്ത് ഹിമാനിയിൽ നിന്നാണ് അളകാനന്ദ നദി ഉത്ഭവിക്കുന്നത്. ശരിയാണ്. 2014 ജൂണിൽ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ. ശരിയാണ്. നർമ്മദ, താപ്തി എന്നിവ ഒഴികെ മിക്ക ഉപദ്വീപ് നദികളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ എക്കൽ മണ്ണിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ശരിയായത് നോക്കാം. രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 40% കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഉപരിഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഗംഗാ സമതലത്തിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങളാണ് രൂപം കൊണ്ടിട്ടുള്ളത്. അതും ശരിയാണ്. നമുക്ക് ശരിയല്ലാത്തത് 3, 4 ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് ബാണാസുര സാഗറാണ്. ശരിയാണ്. കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിൽ നിർമ്മിച്ചിരിക്കുന്നു. ശരിയാണ്. കക്കയം ജലവൈദ്യുത പദ്ധതിക്ക് ജലം എത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശത്ത് ജലസേചനം നടത്തുക, കുടിവെള്ളം എത്തിക്കുക എന്നിവയാണ് ബാണാസുര സാഗർ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കപ്പൽ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ HD കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓഫ്ഷോർ എഞ്ചിനീയറിംഗുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ശരിയാണ്. ഇന്ത്യയിലും വിദേശത്തും പുതിയ കപ്പൽ നിർമ്മാണത്തിനുള്ള അവസരങ്ങൾ കണ്ടെത്തുക എന്നത് ലക്ഷ്യങ്ങളിലൊന്നാണ്. ശരിയാണ്. സാങ്കേതിക വൈദഗ്ധ്യം പങ്കുവെച്ച് ആഗോള നിലവാരത്തിലേക്ക് ഉയരുക എന്നത് ലക്ഷ്യമാണ്. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് പറയുന്നതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. 4 പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആഗോളവൽക്കരണം എന്നത് ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും പരിണിത ഫലമാണ്. ശരിയാണ്.
രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുന്നതിനെ ആഗോളവൽക്കരണം എന്ന് പറയുന്നു. അതും ശരിയാണ്. 1, 2 ആണ് ശരി വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിന് നൽകുന്ന നികുതിയാണ് എന്തെന്ന് പറയുന്നത് ടോൾ എന്ന് പറയുന്നത് ശരിയാണ്. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ഫീസ് എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് 1ഉം 2ഉം ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകാനായി സ്ഥാപിച്ച ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ. ശരിയാണ്. ശരിയായ ബാങ്കിംഗ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിച്ച ബാങ്കുകളാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. ശരിയാണ്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയത് 47 തെറ്റാണ്. കടുത്ത പണ ദൗർലഭ്യം അനുഭവപ്പെടുന്ന അവസരത്തിൽ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓപ്ഷൻ സി 10. നീതി ആയോഗിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് പറയുന്നതാണ് തെറ്റ്. പരമാവധി 4 പേരെയാണ് നീതി ആയോഗിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ശരിയാണ്. നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നതും അത് തന്നെയാണ്, പ്രധാനമന്ത്രിയാണ്. നെക്സ്റ്റ്, തമ്മിൽ ചേരാത്ത ജോഡി തിരഞ്ഞെടുക്കുക. നബാർഡ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ്. ശരിയാണ്. ആദായ നികുതി ഘടന ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1968 റിപ്പോർട്ട് സമർപ്പിച്ചത് ഭൂതലിംഗം കമ്മിറ്റിയാണ്. ശരിയാണ്. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഗോർവാല കമ്മിറ്റിയാണ്. തെറ്റാണ്. SBI രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഗോർവാല കമ്മിറ്റി എന്ന് പറയുന്നതും ശരിയാണ്. നെക്സ്റ്റ്, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1966-69 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ റോളിംഗ് പ്ലാനിലാണ് ഹരിത വിപ്ലവം ഏറ്റവും ശക്തമായി നടപ്പിലാക്കിയത്. ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം ഹരിയാന എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. തെറ്റാണ്. ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള കരിമ്പാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സംസ്കരണ പ്രക്രിയയിലൂടെ പല മാറ്റങ്ങളും വരുത്തി നാം ഉപയോഗിക്കുന്നവയാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ശരിയാണ്. സംസ്കരണത്തിന് വിധേയമാക്കുമ്പോൾ വൈറ്റമിനുകൾ, നാരുകൾ എന്നിവ വലിയ തോതിൽ നീക്കം ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് മൈദയും പഞ്ചസാരയും. ശരിയാണ്. അൺറിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് ഗോതമ്പ്, കുത്തരി, ശർക്കര മുതലായവ. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ജാഗ്രത. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഷിസോഫ്രീനിയ എന്നതൊരു മാനസിക രോഗമാണ്. ഷിസോഫ്രീനിയ മാനസിക രോഗമാണ്. ശരിയാണ്. അഡിസൺസ് രോഗം അഡ്രിനൽ ഗ്രന്ഥിയെ ബാധിക്കുന്നു. ശരിയാണ്. വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ. തെറ്റാണ്. കോർട്ടിസോളിൻ്റെ അപര്യാപ്തം മൂലമുണ്ടാകുന്നതാണ് അഡിസൺസ് രോഗം എന്ന് പറയുന്നതും ശരിയാണ്. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണുവാണ് ബോർഡെറ്റെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്നത്. ശരിയാണ്. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗമാണ് ലെപ്റ്റോസ്പൈറ ഇൻഡറോഗൻസ് ആണെന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ തന്നെ ടൈഫസ് രോഗം പരത്തുന്ന ജീവി പേനാണ്. അതും ശരിയാണ്. ടൈഫസ് ഉണ്ടോ. വസൂരിക്ക് കാരണമാകുന്ന രോഗമാണ് വേരിയോള മേജർ ആണ്. അതും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ ജോഡി കണ്ടെത്തുക.
കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് ശരിയാണ്. ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രമേഹം ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് ശരിയാണ്. മുതിർന്നവരിൽ കണ്ടുവരുന്ന പ്രമേഹം എന്താണ്? ടൈപ്പ് 2 പ്രമേഹമാണ്. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ സി പാരാതെർമോൺ. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം എത്രയാണ്? ഓപ്ഷൻ ബി 2 മുതൽ 7 മിനിറ്റ് വരെ. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ശരിയാണ്. ഒരു ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിക്കപ്പെട്ട ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജം അയോണീകരണ ഊർജ്ജം എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാകാൻ കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായതിനാലാണ് അല്ലേ? പ്രോട്ടോണും അതുപോലെ ഇലക്ട്രോണും തുല്യമായ കാരണമാണ് എന്താവുന്നത്? ആറ്റം നിർവീര്യമായിട്ട് മാറുന്നതും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, വേനൽക്കാലങ്ങളിൽ സോഡ നിറച്ച ബോട്ടിലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ഓപ്ഷൻ ബി ചാൾസ് നിയമം. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. തോക്കിൻ്റെ ബാരലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഗൺമെറ്റലാണ്. തെറ്റാണ്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ തെറ്റായ പ്രസ്താവനകളാണ്. അത് കാരണം അത് വായിക്കുന്നില്ല കേട്ടോ. നെക്സ്റ്റ്, പ്രസ്താവനകളിൽ നിന്നും മൂലകത്തെ തിരിച്ചറിയുക. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നു. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം. കോർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. നെക്സ്റ്റ്, പ്രസ്താവനകളിൽ നിന്നും മൂലകത്തെ തിരിച്ചറിയുക. ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന മൂലകം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓപ്ഷൻ ഡി ഓക്സിജൻ. സിസിലിയൻ പ്രക്രിയ ഏത് മൂലകത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി സൾഫർ. മോൺട്രിയോൾ ഉടമ്പടിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓസോൺ പാളി നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനം, ഉപഭോഗം, ബഹിർഗമനം എന്നിവയെ നിയന്ത്രിക്കുന്നു. ശരിയാണ്. 1987 സെപ്റ്റംബർ 16 46 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ശരിയാണ്. 89 നിലവിൽ വന്നത്. ശരിയാണ്. ഇന്ത്യ അതിൽ ഒപ്പുവെച്ചത് 1991. ഇത് തെറ്റാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത് ശരിയായിട്ടുള്ളത്. 1, 2, 3. നെക്സ്റ്റ്, ഏത് ആസിഡിൻ്റെ ഉൽപ്പാദനമാണ് ഒരു രാജ്യത്തിൻ്റെ വ്യാവസായിക കരുത്തിൻ്റെ അടയാളമായി പരിഗണിക്കുന്നത്? പൊട്ടാസ്യം. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വിവിധ ഉപകരണങ്ങളെ വൈഫൈ ഉപയോഗിച്ച് ബന്ധപ്പെടുത്തുന്നതിന് റേഡിയോ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ശരിയാണ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ശരിയാണ്. എൻഡോസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനമാണതും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ശരിയാണ്. ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഗുരുത്വാകർഷണമാണ്. അതും ശരിയാണ്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 മടങ്ങാകും. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിന് ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, ഗ്രീൻ മഫറിംഗ് വിദ്യ ഏതുതരം മലിനീകരണത്തെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ശബ്ദ മലിനീകരണം. വരണ്ട വായുവിൽ ശബ്ദത്തിൻ്റെ പ്രവേഗത്തിന് എന്ത് വ്യത്യാസമുണ്ടാകുന്നു? ഓപ്ഷൻ ബി കുറയും. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിൻ്റെ ബ്ലൂബേർഡ് 2 ഉപഗ്രഹം ISRO വിക്ഷേപിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. 6500 കിലോഗ്രാം ഭാരം വരുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണിത്. ശരിയാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് മാർക്ക് 3 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിക്കുന്നത്. ഇതും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, സൂര്യനിലെ ഊർജ്ജോൽപാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ഡി ഹാൻസ് ബേത്തർ.
പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? ഇതാണ് ഘർഷണ ബലമാണ്. 2025 ജൂൺ മാസത്തിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരാണ്? ഓപ്ഷൻ സി ഗ്ലെൻ മാക്സ്വെൽ. 2025 യുവേഫ നേഷൻസ് ലീഗ് കപ്പ് നേടിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി പോർച്ചുഗീസ്. ഏറ്റവും അധികം ക്രിക്കറ്റ് ലോകകപ്പുകൾ കളിച്ച താരങ്ങൾ ആരൊക്കെയാണ്? സച്ചിൻ ടെണ്ടുൽക്കർ, ജാവേദ് മിയാൻദാദ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ആരാണ്? ഓപ്ഷൻ ഡി ശ്രീജിത്ത് മുത്തേടത്ത്. നെക്സ്റ്റ്, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കഥകളിയിലുള്ള അഭിനയ രീതിയാണ് വാചികം എന്ന് പറയുന്നത് തെറ്റാണ്. കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്ന് പറയുന്നത് ശരിയാണ്. കഥകളിയിലെ കല്ലുവഴി ചിട്ടയുടെ ജന്മഗൃഹമായി കണക്കാക്കപ്പെടുന്ന മനയാണ് വെള്ളിനീഴ് മന എന്ന് പറയുന്നത് ശരിയാണ്. പൂതന കൃഷ്ണൻ എന്നറിയപ്പെട്ട കഥകളി ആചാര്യനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ. ശരിയാണ്. നെക്സ്റ്റ്, ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേരെന്താണ്? ഓപ്ഷൻ സി ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. തെറ്റായ ജോഡി കണ്ടെത്തുക. പൊന്നി വത്സല എന്ന് പറയുന്നത് തെറ്റാണ്. ഗുരുസാഗര മൊഴി വിജയൻ, മായ കെ സുരേന്ദ്രൻ, ഉമ്മാച്ചു ഉറൂബ് എന്ന് പറയുന്നതൊക്കെ ശരിയായതാണ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരാമർശിക്കുന്ന MT വാസുദേവൻ നായരുടെ കൃതി ഏതാണ്? ഓപ്ഷൻ സി കണ്ണാന്തടി പൂക്കളുടെ കാലം. മലയാളം ടൈപ്പുകൾ നിർമ്മിക്കാൻ ബെഞ്ചമിൻ ബൈലി സഹായിച്ച ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ബി സോദി തിരുനാൾ. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ സി സാംസ്കാരിക വകുപ്പ്. മലയാളം മിഷൻ്റെ വെബ് മാസിക ഏതാണ്? ഓപ്ഷൻ ബി പൂക്കാലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മാരകം എവിടെയാണ്? ഓപ്ഷൻ ബി കോട്ടായി. പരിയാമ്പറ്റ പൂരം നടക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. അടച്ചുതുറ ഏത് മതവുമായി ബന്ധപ്പെട്ട വിവാഹ ചടങ്ങാണ്? ക്രിസ്തുമതം. നെന്മണി എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. നെൽ പ്ലസ് മണി. കോഴി എന്ന പദം തന്നിരിക്കുന്നവയിൽ ഏത് ലിംഗവിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ഡി ഉഭയലിംഗം. പ്രശാന്തം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ സി പ്രക്ഷുബ്ധം. അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആതിഥേയൻ. കറക്റ്റ് ചോദിക്കുന്നുണ്ട്, അതൊക്കെ ശരിയായ പദം ചോദിക്കാം. ഘടകപദം ചേർത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? ഉപക്രമം ഉപഹാരം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്, തെറ്റാണ്. ആയം വ്യയം എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ തന്നെ ആവിർഭാവം തിരോഭാവം, മണ്ഡനം ഖണ്ഡനം എന്ന് പറയുന്നതൊക്കെ ശരിയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ നിന്നും ശരിയായ വാക്യങ്ങൾ ഏതാണ്? ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട്. ഓപ്ഷൻ സി 3. തന്നിരിക്കുന്ന ശൈലികളിൽ അർത്ഥവുമായി യോജിക്കുന്നവ ഏതെല്ലാമാണ്? മർക്കട മുഷ്ടി ശാഠ്യം ശരിയാണ്. നളപാകം ഒരു കുറവുമില്ലാത്തത്, കാപ്പ് കെട്ടുക, ഒരുങ്ങുക, ധനാശി പാടുക, അവസാനിപ്പിക്കുക എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, ക്ഷീരമുള്ളോരെ കിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഈ ചൊല്ലിൽ തെളിയുന്ന ആശയം എന്താണ്? ഓപ്ഷൻ സി നന്മയിലും തിന്മയെ മാത്രം കാണുന്നവർ. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത് എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? അവൻ പതുക്കെ പറഞ്ഞു. ലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ സി ലൗകികം. മാടമ്പി എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി കെട്ടിലമ്മ. സമാനാർത്ഥമുള്ള പദം കണ്ടെത്തുക. കൽമഷം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് പാപം. നെക്സ്റ്റ്, ഇംഗ്ലീഷ് ആണ്. ഷീജ ആൻഡ് ദേവി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. കംപ്ലീറ്റ് എ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. ഓപ്ഷൻ ബി ആർ ഇൻ ദി ദേ. The word appendix has the plural. Option B 1 and 2. Next, if the game is good, I dash play it. Fill up choosing the right option.
will. Next, correct the sentence. She must either be a novelist or playwright. She must be either a novelist or a playwright എന്ന് പറയുന്നത് ശരിയാണ്. She must either be a novelist or be a playwright എന്ന് പറയുന്നതും ശരിയാണ്. Only 1 and 2. Next, convert the sentence into indirect speech. The teacher asked him, "Are you ill?" Option A, the teacher asked him if he was ill. A lot of people dash the exhibition. Option C, visit. The feminine gender of the word testator is. Option A, testatrix. Find out the silent letter in the word butcher. Option A, T. Pick out the phrasal verb that means expires. Expires. Option C, run out. Choose the appropriate option to fill in the blank. Option D, no article. Can you speak? അവിടെ ആർട്ടിക്കിൾ വേണ്ട. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സിനോണിയം ഫോർ ക്രെഡിബിൾ. ഓപ്ഷൻ എ, ബിലീവബിൾ. Punctuate the sentence and edit suitably. What is spectacular sight? What is spectacular sight? Option C. What is spectacular sight? നെക്സ്റ്റ് മാത്സ് ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പോവാം, ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത സംഖ്യ ഏതാണ്? 86ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 4. 87ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, 96. 88ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 45. 89ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, 17. 90ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഒരു വരിയിൽ തുല്യ അകലത്തിൽ 91ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 15. 92ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 45. 93ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 144. 94ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 320. 95ൻ്റെ ആൻസർ ഓപ്ഷൻ എ, 25. 96ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 20. 97ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, SC. 98 ഓപ്ഷൻ ബി, 7. 99 എ. 100 എ. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ മോഡൽ പേപ്പറിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മാത്സിൻ്റെ എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് പോസ് ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കൂ കേട്ടോ, കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ എക്സാമിന് മുമ്പ് നമ്മൾ ഇതുപോലെ മോഡൽ പേപ്പേഴ്സ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.